ആക്രമണ ഭീഷണി തുടർന്ന് പാകിസ്ഥാൻ. സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതം സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഭാരതത്തിനെതിരെ ആണവായുധങ്ങൾ ഉൾപ്പെടെ പ്രയോഗിക്കുമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയും പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാരതം തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ തുടർച്ചയായ ഭീഷണി. When it comes to India and Pakistan, we do not get involved into this debate of numerical strength. We in Pakistan will use the full spectrum of power, both conventional and nuclear. And I'll stop there. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഭീഷണികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഭാരതം ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു പരാജയ ഭീതി പാകിസ്ഥാനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ മറികടക്കുന്നതിനായിട്ടാണോ ഇത്തരം പ്രഹസനങ്ങളായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, ഈ പ്രഹസനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരായി പ്രസ്താവനകൾ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ അവരുടെ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ തെളിവായി കണക്കാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളിൽ നിന്നും ആ വാക്കുകളിൽ നിന്നും നമുക്ക് മുഹമ്മദ് ഖാലിദ് ജലാനിയുടെ വാക്കുകളാണ് കേട്ടത്. അതായത് അദ്ദേഹം പറയുന്നത്, അതായത് പാകിസ്ഥാൻ്റെ റഷ്യയിലെ അംബാസഡർ പറയുന്നത് ആണവായുധം പോലും പ്രയോഗിക്കാൻ മടിക്കില്ല എന്നൊക്കെയാണ്. അതൊന്നും എത്ര കണ്ട് പ്രായോഗികമാകും ആണവായുധം പ്രയോഗിച്ചാൽ അത് പാകിസ്ഥാന് തന്നെ എത്ര കണ്ട് ദൂഷ്യഫലങ്ങൾ എന്നുള്ള വസ്തുതകളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടുകൾ എല്ലാ തരത്തിലുമുള്ള തിരിച്ചടി നൽകുമെന്നൊരു രീതിയിലൊക്കെയാണ്. പക്ഷേ അത് അപ്രായോഗികമാണ് എന്ന് സൈനിക നിരീക്ഷകരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നേരത്തെ അതിനേക്കാൾ കടുത്ത രീതിയിലുള്ളൊരു മറ്റൊരു ഭീഷണി, അതായത് പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിർത്തിയിൽ കടന്നു കയറി ആക്രമണങ്ങൾ നടത്തുമെന്ന ഒരു ഭീഷണിയായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും ഇത്തരത്തിലൊരു പ്രഹസനത്തിൻ്റെ ഭാഗമായി തന്നെ നടത്തുന്ന ഒരു നീക്കം തന്നെയാണ് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്ധു നദിയിലെ വെള്ളം തടയുന്നതിനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ നീക്കങ്ങളുടെ ഭാഗമായി ഡാമുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിതിരിച്ചു വിടുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ആ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുമെന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ ഈ അപ്രായോഗികമെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രാഥമികമായ നിരീക്ഷണത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കുന്ന കടുത്ത നടപടി, സിന്ധു നദീജലത്തിലെ വെള്ളം തടയുന്ന കടുത്ത നടപടി, അതായത് 20 വർഷം മുമ്പ് തന്നെ നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ ഇത്തരത്തിലൊരു നടപടി യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോഴാണ്. എങ്കിൽ കൂടി അത് യാഥാർത്ഥ്യമായതോടുകൂടി പാകിസ്ഥാൻ ഏറെ അമ്പരപ്പിലായിരിക്കുന്നു. 80% സിന്ധു നദീജലത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദികളുടെയും എല്ലാം തന്നെ വെള്ളം ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ കാർഷിക രംഗത്തൊക്കെ വലിയ സംഭാവന നൽകുന്ന ജലസേചന സംവിധാനമാണ് ഇവിടെ ഈ സിന്ധു നദി. അതുകൊണ്ട് തന്നെ അത് നിർത്തിപ്പോകുന്നത് അല്ലെങ്കിൽ തടയുന്നത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കും. IMFൻ്റെ കണക്കുകളും വേൾഡ് ബാങ്കിൻ്റെ കണക്കുകളും എല്ലാം തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. 1 കോടിയോളം ജനങ്ങൾ ഭക്ഷ്യക്ഷാമം നേരിടാനുള്ള സാധ്യത അടുത്ത സമീപ ഭാവിയിൽ തന്നെ മാസങ്ങൾക്കകം ഉണ്ടാകുമെന്ന ഒരു നിരീക്ഷണം വേൾഡ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് 20 ലക്ഷത്തോളം ജനങ്ങളെ തള്ളിയിടുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം തന്നെ പരിഹരിക്കുന്നതിനെ ഞങ്ങൾ ഭീഷണിയുടെ സ്വരത്തിൽ ഭാരതത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കുറേയൊക്കെ സാന്ത്വനപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.